മ്യൂച്വൽ ഫണ്ടിൽ മലയാളിക്ക് കമ്പം കൂടി എന്നത് ശരി തന്നെ. പക്ഷേ അതിനെക്കുറിച്ച് അറിവ് പോരാ. അതുകൊണ്ട് നിക്ഷേപത്തിന്റെ തോതും കുറവാണ്. കേരളത്തിലെ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമായുള്ളത് 7.6 ലക്ഷം കോടി രൂപയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 72,000 കോടി രൂപ മാത്രമാണ്. 3.5 കോടി മലയാളികളിൽ MF നിക്ഷേപം നടത്തിയിരിക്കുന്നവർ 10 ലക്ഷം മാത്രം. ബാങ്ക് സ്ഥിര നിക്ഷേപം, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ചിട്ടി തുടങ്ങിയവയാണ് മലയാളിക്ക് ഇഷ്ടം. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണെങ്കിൽ അജ്ഞതയ്ക്കൊപ്പം തെറ്റിദ്ധാരണയും ധാരാളം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഏതു ഫണ്ടിൽ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് അറിയില്ല. വീട്, വാഹനം, മക്കളുടെ വിദ്യാഭ്യാസം എന്നിവയാണോ സാമ്പത്തിക ലക്ഷ്യങ്ങൾ? അവർക്ക് 3, 5, 10 വർഷത്തെ കാലയളവുകൾ വെച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം. അതേസമയം ഹ്രസ്വകാല നിക്ഷേപത്തിന് കടപ്പത്രങ്ങൾ, സർക്കാർ ബോണ്ടുകൾ എന്നിവയിൽ നിക്ഷേപം നടത്തുന്ന ഡെറ്റ് ഫണ്ടുകളാണ് പറ്റിയത്. അതായത് എമർജൻസി ഫണ്ട് സൂക്ഷിക്കുന്നതിനായി ഡെറ്റ് ഫണ്ടുകൾ പരിഗണിക്കാം. ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചാൽ 3 മുതൽ 3.5% വരെയാണ് പലിശ. എന്നാൽ ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ 7 മുതൽ 8% വരെ പലിശ ലഭിക്കും. ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ നേട്ടമാണ് ഡെറ്റ് ഫണ്ടുകൾ നൽകുക. റിസ്ക് മാനേജ് ചെയ്യാനും എല്ലാ അസറ്റ് ക്ലാസുകളിലെയും നേട്ടസാധ്യത മുതലെടുക്കാനും സഹായിക്കുന്നതാണ് മൾട്ടി അസറ്റ് കാറ്റഗറി ഫണ്ടുകളും ഹൈബ്രിഡ് ഫണ്ടുകളും. ഏതു ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തേണ്ടത് എന്ന ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സാധാരണ നിക്ഷേപകർ ആവശ്യമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം തേടുന്നത് ഉചിതമായിരിക്കും. വലിയ നേട്ടം പ്രതീക്ഷിച്ച് വൻതോതിൽ ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതും ശ്രദ്ധിച്ചു വേണം. ബംഗളൂരു പോലുള്ള വലിയ നഗരങ്ങളിൽ 50% ഇക്വിറ്റി ഫണ്ടുകളിലുള്ള നിക്ഷേപം. എന്നാൽ കേരളത്തിലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ 80% ഇക്വിറ്റി ഫണ്ടുകളിലാണ് എന്നതും ശ്രദ്ധേയമാണ്.